നമുക്ക് ലാസ്റ്റ് ഡേ എടുത്തതിൻ്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ലാസ്റ്റ് ഡേ എന്താ പഠിച്ചേ? സർക്കിളിൻ്റെ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന് റേഡിയസ് ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താ? സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നയാൾ. പിന്നെ റേഡിയസിൻ്റെ ഇരട്ടിയാണ്, ഡബിൾ ആണ് ഡയമീറ്റർ, അതൊക്കെ പഠിച്ചു. റേഡിയസിൻ്റെ ഏരിയ എന്തായിരുന്നു? πr² ആയിരുന്നു. സർക്കംഫറൻസ് അഥവാ പെരിമീറ്റർ എത്ര ആയിരുന്നു? 2πr. അപ്പോൾ ഈ കാണിക്കുന്ന ഫിഗർ ഏതാ? സെമി സർക്കിൾ. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനെ സെൻറ്ററിൽ കൂടെ 2 ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നവരെയാണ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ റെഡ് കളർ, ഈ സെമി സർക്കിളിനെ റെഡ് കളറിലും ഈ സെമി സർക്കിളിനെ ഞാൻ സ്കൈ ബ്ലൂ കളറിലും ഷെയ്ഡ് ചെയ്യുക. ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യും? ഈ റെഡ് കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അതേ ഏരിയ തന്നെയാണ് സ്കൈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അല്ലേ? റെഡ് കളറിൽ എത്രമാത്രം പെയിന്റ് അടിക്കണോ അത്രയും പെയിന്റ് എവിടെ അടിക്കണം? സ്കൈ ബ്ലൂ കളറിലും വേണം. പക്ഷെ പെരിമീറ്റർ അതുപോലെ പകുതിയാണോ? ഏരിയ നമ്മൾ പഠിച്ചു, ഇപ്പം മനസ്സിലായി. ഒരു സർക്കിളിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ നേർപകുതിയാണ് ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ. പക്ഷെ പെരിമീറ്ററോ? സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താ? ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താ? ഇതല്ലേ പെരിമീറ്റർ. അഥവാ ഈ കർവ്ഡ് ആയിട്ടിരിക്കുന്നത് ഇത്രയും നീളമാണ് എന്ത്? 2πr. ഇതെന്ന് പറയുന്നത് ഈ സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ നേർപകുതിയാണോ? ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്ന് ദേ ഇത്രയും എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ പകുതിയാണ്. അഡീഷണൽ ആയിട്ട് എന്ത് വന്നു? ദേ ഇയാളും കൂടെ വന്നു. ഇയാളുടെ പേരെന്തായിരുന്നു? ഡയമീറ്റർ. അപ്പം എന്താ? ഈ കർവ്ഡ് പോർഷനും ഉണ്ട്, അഡീഷണൽ ആയിട്ട് എന്തുകൊണ്ട്? ഒരു ഡയമീറ്ററും ഉണ്ട്. ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr ആയിരുന്നു. അപ്പം അതിൻ്റെ നേർപകുതി എന്ന് പറയുമ്പോൾ എന്താ? πr പ്ലസ് എന്തുകൂടെ വന്നു? ഡയമീറ്റർ കൂടെ വന്നു, d. അപ്പോൾ കിട്ടിയല്ലോ സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ എത്ര? πr + d. നമുക്കപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദിച്ചത്? അതിൻ്റെ പെരിമീറ്റർ എന്നാ ചോദിച്ചത്. അപ്പം നമുക്ക് ആദ്യം എന്ത് വേണം? പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസും ഡയമീറ്ററും വേണം. ഡയമീറ്റർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എഴുതി തുടങ്ങാം. ഡയമീറ്റർ d = 10 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ അറിയാമെങ്കിൽ എന്തെഴുതാം? റേഡിയസ് r = എന്താ? ഡയമീറ്ററിൻ്റെ പകുതി. 10/2 എത്ര കിട്ടി? 5 സെൻറ്റിമീറ്റർ. റേഡിയസ് കിട്ടിയല്ലേ? ഇനി എന്ത് ചെയ്യാം? പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ എന്താന്ന് ഇപ്പം മനസ്സിലായി? πr + d ആണ്. പൈ എത്ര? 3.14 ഇൻറ്റു r എത്ര? 5 പ്ലസ് എന്ത്? 10. ഡെസിമലിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. എങ്ങനെയാ? ആദ്യം ഡെസിമൽ ഇല്ലാതെ എഴുതുന്നു, ഇൻറ്റു 5. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നു. എത്ര കിട്ടും? ഇവിടെ 0, ഇവിടെ ഒരു ക്യാരി 2 ഉണ്ട്, ഇവിടെ 7, ഇവിടെ ഒരു 15. എത്ര പ്ലേസ് മാറ്റിയിടണം? 2 പ്ലേസ് മാറ്റി ഡെസിമൽ ഇടണം. അതായത് 15.70 + 10. ഇതിന് 2 ഡെസിമലുള്ള സ്ഥിതിക്ക് ഇതിന് 2 ഡെസിമൽ ഇടണം. നമ്മൾ ഫ്രാക്ഷൻസിൽ പഠിച്ച പോലെ. ഇനി ഇവരെ തമ്മിൽ ആഡ് ചെയ്യാം. 15.70 + 10.00. 0യും 0യും കൂടെ 0 ആയി, 7ഉം 0യും കൂടെ 7 ആയി. പിന്നെ ഡെസിമൽ ഇട്ടു, 5ഉം 0യും കൂടെ 5 ആയി, 1ഉം 1ഉം കൂടെ 2 ആയി. എന്ത് കിട്ടി? 25.70. എന്ത്? പെരിമീറ്ററിൻ്റെ യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ. പോയിന്റിന് ശേഷം ലാസ്റ്റ് 0 വന്നാൽ ഇടേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ? നമുക്കതറിയാം. പെരിമീറ്ററിന് ശേഷം ലാസ്റ്റ് സീറോസ് വന്നാൽ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെന്തെന്ന് വന്നു? 25.7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എന്തുകൊണ്ടാണ് ഇവിടെ സർക്കിളിൻ്റെത് 2πrഉം അതിൻ്റെ നേർപകുതിയല്ലേ സെമി സർക്കിൾ? എന്നിട്ട് എന്തുകൊണ്ട് 2πrൻ്റെ പകുതിയായ πr വന്നില്ല എന്ന് മനസ്സിലായോ? ഇതിൻ്റെ നേർപകുതി കർവ്ഡ് റീജിയൻ വന്നു, പക്ഷെ അഡീഷണൽ ആയിട്ട് ദേ ഇയാളും കൂടെ വന്നു. ഇയാളെ പേരെന്താ? ഡയമീറ്റർ. അപ്പോൾ πr + d. ലോജിക്ക് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേ ഒരാളുടെ പേര് പറഞ്ഞേക്കുക, ഷസ്ലി. എന്തെടുത്തു? പുള്ളി ഒരു വയർ എടുത്തു. വയറിൻ്റെ ലെങ്ത് എത്ര?
ഒരു വയർ എടുക്കാണ്. ഇവിടെ നിന്ന് ഇത്രയും നീളമുള്ള ഒരു വയർ എടുത്തു. വയറിന് മൊത്തം എത്ര ലെങ്ത് ഉണ്ട്? 44 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. ഇതിനെ എന്ത് ചെയ്തു? ഇതിനെ വളയ്ക്കുക. ഈ വയറിനെ വളച്ച് ബെൻഡ് ഇറ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സർക്കിൾ. അതായത് ഇപ്പൊ ഈ വയറിന് ഇവിടെ എ ബി എന്ന് കൊടുത്താൽ എ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ ബി കൊണ്ടു ചെന്നു. അപ്പൊ ഇവർ രണ്ടുപേരുടെയും എന്ത് സെയിമാ? ഇവനെ മുറിച്ച് നിവർത്തി വെച്ചാൽ ഇത് തന്നെ കിട്ടുമല്ലേ? അതായത് ലെങ്ത് ഓഫ് വയറും പെരിമീറ്റർ ഓഫ് സർക്കിളും സെയിം ആണല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? ലോജിക്ക് മനസ്സിലായില്ലേ മക്കൾക്ക്? ലെങ്ത് ഓഫ് വയർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ. എന്തിന്റെ പെരിമീറ്റർ? പെരിമീറ്റർ ഓഫ് സർക്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. ലെങ്ത് ഓഫ് വയർ എത്ര? 44 ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സർക്കിൾ എത്ര? 2πr. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 44 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈക്ക് എന്ത് വാല്യൂ കൊടുക്കണം? അവർ പറഞ്ഞിട്ടുണ്ട് 22/7 കൊടുക്കുക എന്ന്. 22/7 ഇൻറ്റു ആർ. ഡിവൈഡ് ചെയ്ത ആർ ഇപ്പറേ വരുമ്പോൾ എന്താകും? മൾട്ടിപ്പിൾ ആകും. അപ്പം ഞാൻ 44 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 22 ഇൻറ്റു ആർ എന്ന് എഴുതി. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? 44 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 22 എത്ര? 44r. ഇവിടെ എന്ത് ചെയ്തു? 44 കൊണ്ട് ആറിനെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്ത 44 ഇപ്പറേ വരുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. അപ്പോൾ 44 ഇൻറ്റു 7 ഹോൾ ഡിവൈഡഡ് ബൈ 44 ഇസ് ഈക്വൽ ടു ആർ. 44ഉം 44ഉം ക്യാൻസൽ ആയിപ്പോവും. റിമൈനിങ് ആർ ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അത്രയും എന്ത്? മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ? നോക്ക്. സെന്റിമീറ്റർ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. കണ്ടുപിടിച്ചല്ലേ? ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ആരെ കൂടെ കണ്ടുപിടിക്കണം? ഏരിയ കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു, ഏരിയയുടെ ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ എത്ര? 22/7 ഇൻറ്റു ആർ എത്ര? ഇപ്പതേ സോൾവ് ചെയ്തേളായിരുന്നു 7 എന്ന്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 7. 7ഉം 7ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. ബാലൻസ് എന്തുണ്ട്? 22 ഇൻറ്റു 7 എത്ര കിട്ടും? 154 സെന്റിമീറ്റർ. സെന്റിമീറ്റർ വരെ ഉള്ളോ? അല്ല, സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ കിട്ടിയില്ലേ? എങ്ങനെ? റേഡിയസ് തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഏരിയ ഓഫ് സർക്കിൾ വേഗം കിട്ടിയത്. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ച 2 പാർട്ടായി. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കാം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് സർക്കിൾ, ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. പിന്നെ പറഞ്ഞേക്കാണ് ഇഫ് ദ സെയിം വയർ ബെൻഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ. അപ്പം എന്താ? ഇതേ വയറിനെ ഒരു സ്ക്വയറിലേക്ക് മാറ്റാൻ പോവാ. ഒരു സ്ക്വയർ ആക്കി. അതായത് എ എന്ന് പറയുന്ന പോയിന്റിനെ ഇവിടെ ഫിക്സ് ചെയ്തു. എന്നിട്ട് അതിനിങ്ങനെ വളച്ച് ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ തന്നെ വരുന്ന രീതിയിലാക്കി. ഓക്കെ, അപ്പോഴും എന്ത് തന്നെ സെയിം? ഈ ലെങ്ത്തും ഇതിന്റെ പെരിമീറ്ററും സെയിം ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? ബെൻഡ് ചെയ്ത് ഷേപ്പ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. ബെൻഡ് ചെയ്ത സാധനത്തിന്റെ ലെങ്ത്തും ഇപ്പോൾ ഉണ്ടാക്കിയ സാധനത്തിന്റെ പെരിമീറ്ററും സെയിം ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ലെങ്ത് ഓഫ് വയർ ഇസ് ഈക്വൽ ടു എന്ത്? പെരിമീറ്റർ ഓഫ് സ്ക്വയർ. ലെങ്ത് ഓഫ് വയർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് എന്ത്? സ്ക്വയർ. ലെങ്ത് ഓഫ് വയർ എത്ര? 44. 44 ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയറിനുള്ള ഇക്വേഷൻ എന്താ? 4a. ഓർമ്മയുണ്ടല്ലോ? 4 കൊണ്ട് ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്ത 4 അപ്പുറേ പോകുമ്പോൾ ഡിവിഷൻ ആകും. അതായത് 45/4 ഇസ് ഈക്വൽ ടു a. 44നെയും 4നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ കിട്ടും. ഇതിനെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 1, ഇതിനെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 11. അതായത് a ഇസ് ഈക്വൽ ടു 11 സെന്റിമീറ്റർ. ഒരു സൈഡ് എത്രയെന്ന് കിട്ടി?
11 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എന്താ ക്വസ്റ്റ്യൻ? bend in the shape of a square, what will be the length of each of its side? കിട്ടിയില്ലേ 11. എന്നിട്ട് പിന്നെ ചോദിച്ചേക്കാം which figure encloses more area, circle or the square? ആരാണ് കൂടുതൽ ഏരിയ കൺസ്യൂം ചെയ്യുന്നത്? അപ്പം നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കാം? നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ കൂടെ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എ സ്ക്വയർ. എ എത്ര ഇവിടെ? 11. അപ്പം 11 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 11 ഇൻറ്റു 11 എത്ര? 121. അത്രയും എന്ത്? സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എത്ര കിട്ടി? 154. ഇപ്പം ചെയ്തപ്പോൾ എന്ത് കിട്ടി? സ്ക്വയറിൻ്റെ ഏരിയ 121. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? ഏരിയ ഓഫ് സ്ക്വയർ ഇങ്ങനെ എഴുതാം. 121 എന്ന് പറയുന്നത് ലെസ് ദാൻ 154 ആണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഏരിയ ഓഫ് സർക്കിൾ എന്നാണ്. അതിൻ്റെ മീനിങ് എന്താ? സർക്കിൾ കൺസ്യൂം മോർ ഏരിയ. ആർക്കാണ് കൂടുതൽ ഏരിയ വേണ്ടത്? സർക്കിളിന്. സർക്കിൾ കൺസ്യൂം മോർ ഏരിയ. ക്ലിയർ ആയി മക്കളെ? എന്ത് ചെയ്തു? ഇതായിരുന്നു ലോജിക്ക്. ഇതിനെ ബെൻഡ് ചെയ്തൊരു സർക്കിൾ ഉണ്ടാക്കി. ഇതിൻ്റെ എന്ന് വെച്ചാൽ ലെങ്ത്തും ഇതിൻ്റെ പെരിമീറ്ററും ഈക്വൽ. അങ്ങനെ റേഡിയസ് കിട്ടി. റേഡിയസിൽ നിന്ന് ഏരിയ കണ്ടെത്തി. ഇനി ഇതിനെ ബെൻഡ് ചെയ്തൊരു സ്ക്വയർ ഉണ്ടാക്കി. ഇതിൻ്റെ ലെങ്ത്തും സ്ക്വയറിൻ്റെ പെരിമീറ്ററും ഈക്വൽ ആണ്. അതിൽ നിന്ന് സൈഡ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിച്ചു. രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്തു. ക്ലിയർ ആണേ? ഒരു ക്വസ്റ്റ്യനോട് നോക്കാം. ഫ്രം എ സർക്കുലർ കാർഡ്, ഇതേ കണ്ടോ? ഫിഗർ ശ്രദ്ധിച്ചോ? ഒരു സർക്കുലർ കാർഡ് ഉണ്ട്. അതിൻ്റെ റേഡിയസ് എന്താ? 14. എന്നിട്ട് ഇതിനകത്തുനിന്ന് രണ്ട് സർക്കിൾ, രണ്ട് കുഞ്ഞു സർക്കിൾ, നമ്മുടെ കണ്ണ് പോലെ രണ്ട് കുഞ്ഞു സർക്കിൾസും കട്ട് ചെയ്ത് മാറ്റി. അതിൻ്റെ റേഡിയസ് എത്ര? 3.5 സെൻറ്റിമീറ്റർ ഉള്ളത്. അത് മാത്രമല്ല ഒരു റെക്റ്റാങ്കിളും കട്ട് ചെയ്തു. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്ര? 3ഉം ബ്രെഡ്ത്ത് 1ഉമാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് കാർഡ് ഷീറ്റിൽ റിമൈനിങ് ആയിട്ടുള്ള എന്ത് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും മക്കളെ? അത് തന്നെ. ആദ്യം എന്ത് ചെയ്യണം? വലിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് കുഞ്ഞു സർക്കിൾസിൻ്റെ ഏരിയയും റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. എന്നിട്ട് വലുതിൽ നിന്ന് ഇത്രയും പോർഷൻ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ബിഗ്ഗർ സർക്കിൾ. അവിടെ നിന്ന് തുടങ്ങാം. എന്തെന്ന് തുടങ്ങാം? ഏരിയ ഓഫ് ബിഗ്ഗർ സർക്കിളിൽ നിന്ന് തുടങ്ങാം. അതിന് മുന്നേ ബിഗ്ഗർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? റേഡിയസ് വേണം അല്ലേ? അപ്പം ഇങ്ങനെ തുടങ്ങിക്കൂടെ? റേഡിയസ് ഓഫ് ബിഗ്ഗർ സർക്കിൾ, വലിയ സർക്കിളിൻ്റെ റേഡിയസ് ഓഫ് ബിഗ്ഗർ സർക്കിൾ ഇസ് ഈക്വൽ ടു എത്ര? 14 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് എന്ത്? ബിഗ്ഗർ സർക്കിൾ. എന്തിനാ ബിഗ്ഗർ എന്ന് പറയുന്നത്? കാര്യം രണ്ട് ചെറുതുകൂടെ ഉണ്ടല്ലേ. ബിഗ്ഗർ സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ എന്ന് വെച്ചാൽ എന്താ? 22/7. അവർ പറഞ്ഞു അത് യൂസ് ചെയ്യാൻ. ഇൻറ്റു ആർ എന്ന് വെച്ചാൽ എത്ര? 14. അപ്പോൾ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 14 × 14. ഇത് തമ്മിൽ 7ന് ക്യാൻസൽ ആയത് 2 കിട്ടത്തില്ലേ? അതായത് 22 × 2 × 14 എന്ന് കിട്ടും. 22 × 2 എന്ന് പറയുമ്പോൾ 44 ആണ്. 44 × 14 എന്ന് കിട്ടും. മക്കൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 4 4s are 16, 20, 21, 616 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. മക്കൾ ചെയ്ത് നോക്കണം. മിസ് ചെയ്തതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ. അപ്പോൾ എന്താണ്? വലുതിൻ്റെ കിട്ടിയില്ലേ? വലുതിൻ്റെ സർക്കിൾ കിട്ടിയില്ലേ? ഏരിയ കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ ചെറിയ രണ്ട് സർക്കിളിൻ്റെയും ഈ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ കണ്ടുപിടിക്കണേ ആരെ വേണം?
റേഡിയസ് വേണം അല്ലേ? അപ്പോൾ റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ എത്ര? 3.5 എന്നാ അവർ പറഞ്ഞ്. സ്മോൾ സർക്കിൾ ഇസ് ഈക്വൽ ടു എത്ര? 3.5. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് ഫസ്റ്റ് സ്മോൾ സർക്കിൾ എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് രണ്ടാമത്തത് ഇത് തന്നെ ആയിട്ട് എടുത്താൽ പറ്റും. രണ്ടും ഒരേപോലത്തെ സർക്കിളാണ്. അപ്പോൾ ഒരാളുടെ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ ഏരിയ ഓഫ് ഫസ്റ്റ് സ്മോൾ സർക്കിൾ ഇസ് ഈക്വൽ ടു എന്താ? പൈ ആർ സ്ക്വയർ അല്ലേ? പൈക്ക് എന്താ വാല്യൂ? 22/7 ഇൻറ്റു ആർ എത്ര? 3.5. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3.5 ഇൻറ്റു 3.5. ഓക്കെ, ഈ ഫ്രാക്ഷനെ നമുക്ക് മാറ്റാം അല്ലേ? ഇസ് ഈക്വൽ ടു 22/7 ഇൻറ്റു ഈ 3.5നെ നമുക്ക് 35/10 ഇൻറ്റു 35/10 എന്ന് എഴുതിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം നമുക്കിനി ക്യാൻസൽ ചെയ്യാം. 7ഉം ഇതെന്താ? ഇത് 10th ഇക്കൊല്ലത്തെ ഫ്രാക്ഷനിൽ പഠിച്ചതാ. 7ഉം 35ഉം കൂടി ക്യാൻസൽ ചെയ്യാം 5 ടൈംസ് അല്ലേ? ദേ 10ഉം 5ഉം കൂടി ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 ടൈംസ് ആകും, ഇവിടെ 2 ടൈംസ് ആകും. ഈ 2ഉം 22ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. എത്രയാണ്? 11. ബാലൻസ് എത്ര ഉണ്ട്? 11 ഇൻറ്റു 35/10. ഈ 10ഉം 35ഉം കൂടി ക്യാൻസൽ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. എന്താ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക മീൻസ് 1 പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടാൽ മതി. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 35 ഇൻറ്റു 11 കണ്ടുപിടിക്കാം. 35 ഇൻറ്റു 11 എത്ര? 1 5s are 5, 1 3s are 3, 1 5 are 5, 1 3s are 3. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 8 3. എന്ത് കിട്ടി? 385/10. ബൈ 10 ചെയ്യുക മീൻസ് എന്താ? ഒരു പ്ലേസ് മാറ്റി ഡോട്ട് ഇടുക. 38.5 അത്രയും എന്ത്? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതെന്തിൻ്റെയാ? ഒരു സർക്കിളിൻ്റെയാ, ഒരു ചെറിയ സർക്കിളിൻ്റെയാ. നമുക്ക് എത്ര ചെറിയ സർക്കിൾ ഉണ്ട്? 2 ചെറിയ സർക്കിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് 2 സ്മോൾ സർക്കിൾസ്, ഏരിയ ഓഫ് 2 സ്മോൾ സർക്കിൾസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 38.5. അറിയാമല്ലോ ലോജിക്ക് എന്താ? ഒരു പേനയ്ക്ക് 3 രൂപയെങ്കിൽ 2 പേനയ്ക്ക് എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ 2 ഇൻറ്റു 3 എന്ന് എഴുതും. അല്ലെ, ഒരു പേനയ്ക്ക് 3 രൂപയാണ്, 10 പേനയ്ക്ക് എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ 10 ഇൻറ്റു ആ വാല്യൂ എഴുതും. ഇവിടെ എന്താ? ഒരു സർക്കിളിൻ്റെ ഏരിയ 38.5 ആണെങ്കിൽ 2 പേരുടെ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ 2 ഇൻറ്റു 38.5 എത്ര കിട്ടും? 77 എന്ന് കിട്ടും. മക്കളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. 77 വേണ്ടേ? എങ്ങനെയാ? തോട്ടില്ലാതെ ഇട്ടു. ഇൻറ്റു 2, 5 2s are 10, 8 2s are 16, 16 plus 1 17. ഇവിടെ 1, 3 2s are 6, 6 plus 1 7. എത്ര പ്ലേസ് മാറ്റി? ഇവിടെ ഡെസിമൽ ഒരു പ്ലേസ് മാറ്റിയാണ്. അപ്പോൾ 77.0. പോയിന്റിന് ശേഷം 0 മാത്രമെങ്കിലും എഴുതണോ? വേണ്ട. അങ്ങനെ എന്ത് കണ്ടുപിടിച്ചു? ഏരിയ ഓഫ് 2 സ്മോൾ സർക്കിൾസ് കണ്ടുപിടിച്ചു. ഇനി ആരെ കൂടെ കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് റെക്ടാങ്കിളൂടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം നമുക്ക് ഇവിടോട്ട് എഴുതാം. ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ എത്ര? നോക്ക്. ലെങ്ത് ഓഫ് റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എത്ര? ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ 3 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് തന്നിട്ടില്ലേ? ബ്രെഡ്ത്ത് ഓഫ് റെക്ടാങ്കിൾ is equal to 1 സെൻറ്റിമീറ്റർ. അതായത് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഇസ് ഈക്വൽ ടു റെക്ടാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് 3യും ബ്രെഡ്ത്ത് 1ഉം ആയതുകൊണ്ട് 3 ഇൻറ്റു 1 3 സെൻറ്റിമീറ്റർ. ഏരിയ അല്ലേ, സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട് കേട്ടോ. നേരത്തെ ഞാൻ എഴുതാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. നേരത്തെ ഒന്നും വിട്ടുപോയില്ല. അപ്പം നമുക്കിപ്പോൾ വലുതിൻ്റെ ഏരിയ അറിയാം. നമുക്കിവിടേക്ക് എല്ലാം കൂടി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ലാർജ് സർക്കിളിൻ്റെ ഏരിയ 2 സ്മോൾ സർക്കിളിൻ്റെ ഏരിയ
പിന്നെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അത്രയും ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്ര 3 ആണെന്ന് കിട്ടി. രണ്ട് പേരുടെ എത്ര ആയിരുന്നു 77 ആണെന്ന് കിട്ടി. ലാർജ് സർക്കിളിൻ്റെ ഏരിയ എത്ര മക്കളെ കിട്ടിയേ 616. അപ്പം ബാലൻസ് ഉള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആലോചിച്ച് നോക്ക്. ടോട്ടൽ റിമൂവ്ഡ് ഏരിയ, റിമൂവ് ചെയ്യപ്പെട്ട മൊത്തം ഏരിയ, ടോട്ടൽ റിമൂവ്ഡ് ഏരിയ എത്ര? 2 സർക്കിളും ഏരിയ ഓഫ് 2 സ്മോൾ സർക്കിളും 2 സ്മോൾ സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അത്രയല്ലേ? അത് രണ്ടും കൂടി ചേർന്നല്ലേ റിമൂവ് ചെയ്തത് അല്ലേ മക്കളെ? ഏരിയ ഓഫ് ഇച്ചിരി വലുതാണ് എന്ന് വെച്ച് ഇട്ടിട്ട് പോകരുത് കേട്ടോ. ഈസി അല്ലേ? അടുത്ത കൊല്ലം വലിയ സർക്കിൾസ് ഒക്കെ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചു വെച്ചേക്കണം. അങ്ങനെ തന്നെ റിമൂവ്ഡ് ഏരിയ കണ്ടുപിടിക്കാം. 2 സർക്കിൾസിൻ്റെ എത്ര 77 പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ എത്ര 3. 77ഉം 3യും കൂടെ എത്രയായി 80 cm². അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ലാർജ് സർക്കിൾ -80. That is remaining area is equal to 616. അതായിരുന്നു വലുതിൻ്റെ ഏരിയ -80. എത്ര കിട്ടും? 616 - 80 ചെയ്യുമ്പോൾ 6ൽ നിന്ന് 0 പോയാൽ 6, 1ൽ നിന്ന് പോവില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇത് 5 ആയി. 11ൽ നിന്ന് 8 പോയാൽ എത്ര 3, 5, 536 cm². വലിയ പ്രോബ്ലം എന്നാലും ചെയ്യണം. എന്താണ്? വലിയ സർക്കിൾ, 2 കുഞ്ഞു സർക്കിൾ, ഒരു റെക്റ്റാങ്കിൾ റിമൂവ് ചെയ്യുന്നു. വലിയ സർക്കിളിൻ്റെ റേഡിയസ് അറിയാം, അതുകൊണ്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. പിന്നെ ചെറിയ സർക്കിളുകൾ രണ്ടും ഐഡൻറ്റിക്കൽ ആണ്, അതുകൊണ്ട് ഒരുത്തൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ഡബിൾ എടുക്കുന്നു. റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും അറിയാം, അതിൻ്റെ ഏരിയ എടുക്കുന്നു. ഇനി റിമൂവ് ചെയ്ത ടോട്ടൽ കണ്ടുപിടിക്കുന്നു. റിമൂവ് ചെയ്ത ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വലിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്നും അത് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 536. വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. എന്താണ്? കാൽക്കുലേഷൻസ് നിങ്ങൾ ഇപ്പോഴേ കാൽക്കുലേഷൻ ചെയ്ത് പഠിക്കണം കേട്ടോ. നല്ലതായിട്ട് ഫാസ്റ്റായിട്ട് മൈൻഡ് പവർ സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, താങ്ക് യു.